ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF വിജയം ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. മറ്റു ചില മണ്ഡലങ്ങളിലാകട്ടെ ഇത്തവണ ഉറപ്പായിട്ടും വിജയിക്കുമെന്ന് ഇടതുമുന്നണിയും പ്രതീക്ഷിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇത്തവണ കേരളത്തിൽ നിന്നും തങ്ങൾക്കും ലോക്സഭയിൽ പ്രതിനിധികൾ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് BJPയും. ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി വോട്ട് വർത്തമാനത്തിലേക്ക് സ്വാഗതം. പത്തനംതിട്ട എന്ന ലോക്സഭാ മണ്ഡലം ഇത്തവണ ദേശീയ ശ്രദ്ധ തന്നെ ആകർഷിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ്. മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിൻ്റെ ആൻഡോ ആൻ്റണിയാണ് പത്തനംതിട്ട നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രൂപം കൊണ്ടതിനു ശേഷം ഇങ്ങനെ ഒരു മത്സരം പത്തനംതിട്ടയിൽ നടന്നിട്ടില്ല. അതിശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ പത്തനംതിട്ടയിൽ. ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുള്ള സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളുടെ പ്രഭവ കേന്ദ്രം എന്ന നിലയ്ക്കാണ് പത്തനംതിട്ട ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലമാകുന്നത്. വൈകാരികമാണ് പ്രചരണ വിഷയങ്ങൾ. ജനങ്ങളുടെ മനസ്സിലെ അടിയൊഴുക്കുകളാകും പത്തനംതിട്ടയിലെ വിധി തീരുമാനിക്കുക. പൊതുവെ UDFന് അനുകൂലമായ മണ്ഡലം എന്നാണ് പത്തനംതിട്ടയെ കണക്കാക്കുന്നത്. 2009 2014 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആൻഡോ ആൻ്റണി ജയിച്ചതും അതുകൊണ്ട് തന്നെയാണ്. 2009 1,11,206 വോട്ടായിരുന്നു ഭൂരിപക്ഷമെങ്കിൽ ആൻഡോ ആൻ്റണിയുടെ 2014 ഭൂരിപക്ഷം 56,191 വോട്ടായി കുറഞ്ഞു. ആറന്മുള വിമാനത്താവള പ്രശ്നം കത്തി നിൽക്കുമ്പോൾ ആൻഡോ ആൻ്റണിക്ക് വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞത് മികച്ച പ്രകടനമായാണ് UDF വിലയിരുത്തിയത്. ഇത്തവണയും മണ്ഡലം നിലനിർത്താൻ ആൻഡോ ആൻ്റണിയെ തന്നെയാണ് കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയിൽ ആദ്യം ആൻഡോ ആൻ്റണിയെ ഉൾപ്പെടുത്താതിരുന്നത് അസ്വാരസ്യങ്ങൾക്ക് ഇടയാക്കിയെങ്കിലും ഇപ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. 10 വർഷത്തെ പ്രവർത്തന നേട്ടമാണ് ആൻഡോ ആൻ്റണി പ്രചരണ വിഷയമാക്കുന്നത്. ശബരിമല വിഷയത്തെ സംബന്ധിച്ച് തുടക്കം മുതൽ ഒരേ നിലപാടെടുത്ത ഒരേ ഒരു പാർട്ടി മുന്നണിയും കോൺഗ്രസും UDFുമാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഇത് സംബന്ധമായ കേസ് സുപ്രീം കോടതിയിൽ വന്നത്. അന്ന് തന്നെ നൂറ്റാണ്ടുകളായി നിൽക്കുന്ന ആചാരവും വിശ്വാസവും സംരക്ഷിക്കണമെന്നുള്ള അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കൊടുത്തത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റാണ്. പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ആ അഫിഡവിറ്റ് പിൻവലിച്ചു. യുവതീ പ്രവേശമാകാമെന്നുള്ള അഫിഡവിറ്റ് കൊടുത്തു. ഇന്ന് സമരം ചെയ്യുന്ന BJPയുടെ കേന്ദ്ര ഗവൺമെൻറ്റും അവരും സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് യുവതീ പ്രവേശമാകാമെന്നുള്ളതാണ്. അതാണ് അറ്റോർണി ജനറൽ കൊടുത്ത അഫിഡവിറ്റ്. അപ്പോൾ ഈ 2 ഗവൺമെൻറ്റുകളുടെ അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ വന്നതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു വിധിയുണ്ടായത്. പക്ഷേ അന്നും ഇന്നും എന്നും ശബരിമലയിലെ കോടിക്കണക്കായ വിശ്വാസികളുടെ വിശ്വാസവും ആചാരവും സംരക്ഷിക്കപ്പെടണമെന്ന നിലപാടെടുത്ത പ്രസ്ഥാനം UDFും കോൺഗ്രസുമാണ്. അതിൻ്റെ ഏറ്റവും ധീരമായി അഫിഡവിറ്റ് നൽകാൻ തയ്യാറായ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ഈ വിധി വന്നു കഴിഞ്ഞപ്പോൾ അതിനെ സ്വാഗതം ചെയ്ത ആളുകളാണ് ഇവരെല്ലാവരും. 100% കേന്ദ്ര ഗവൺമെൻറ് സ്വാഗതം ചെയ്തു, അഖിലേന്ത്യാ നേതൃത്വം സ്വാഗതം ചെയ്തു, സംസ്ഥാന നേതൃത്വം സ്വാഗതം ചെയ്തു. അന്നത്തെ ജന്മഭൂമി പത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. 1-ാം പേജ് മുഴുവൻ ഇത് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള വാർത്തകളായിരുന്നു. ഇപ്പോൾ പിന്നെ അവർ ഈ സമരരംഗത്തുണ്ട്. പക്ഷേ ആദ്യന്തം ആ ഒരു നിലപാട് കൈക്കൊണ്ടിരുന്നെങ്കിൽ ഇന്നിങ്ങനൊരു വിധിയോ ഇങ്ങനൊരു പ്രതിസന്ധിയോ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം രാജ്യമൊട്ടാകെ കലുഷിതമാണ്. ദളിതരാണെങ്കിലും മതന്യൂനപക്ഷങ്ങളാണെങ്കിലും സമൂഹത്തിലെ എല്ലാ തലത്തിലും ആളുകൾക്കെതിരെ നടന്ന കഴിഞ്ഞ 5 വർഷക്കാലം നടന്ന ആയിരക്കണക്കായ അക്രമ സംഭവങ്ങൾ, നിരവധിയായ കൊലപാതകങ്ങൾ, ഇതെല്ലാം ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെതിരെ 5 വർഷത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ളൊരു വിധിയെഴുത്താണ് ഈ വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. എപ്പോഴും ആ ദേശീയധാരയിൽ ചേർന്ന് നിന്ദിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MLA ആയ K. ശിവദാസൻ നായരെ പരാജയപ്പെടുത്തിയാണ് ആറന്മുളയിൽ വീണ ജോർജ് ജയിക്കുന്നത്. വീണ ജോർജ് തന്നെയാണ് ഇത്തവണ LDFിൻ്റെ ലോക്സഭാ സ്ഥാനാർത്ഥി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ ജോർജിന് അനുകൂലമായ ഘടകങ്ങൾ ഇത്തവണയും വീണ ജോർജിനെ ജയിപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് LDFിനുള്ളത്.
2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങളും പിടിച്ചെടുത്ത് LDF പത്തനംതിട്ട UDF അനുകൂല മണ്ഡലമാണെന്ന തെറ്റിദ്ധാരണ തിരുത്തി. ഇതിലേറ്റവും ശ്രദ്ധേയമായ വിജയം സിറ്റിംഗ് MLA ആയിരുന്ന കെ ശിവദാസൻ നായരെ അട്ടിമറിച്ച് വീണ ജോർജ് ആറന്മുളയിൽ നേടിയതാണ്. വീണ ജോർജിനെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും CPM സ്ഥാനാർത്ഥിയാക്കിയത് ആ വിജയം ഉറപ്പിക്കാനാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് പത്തനംതിട്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സമവാക്യം ഇത്തവണയും ഫലം കാണുമെന്ന കണക്കുകൂട്ടലിലാണ് LDF. ഇടതുപക്ഷ വോട്ടുകൾക്കൊപ്പം ന്യൂനപക്ഷ വോട്ടുകളും സമാഹരിക്കാൻ വീണ ജോർജിന് കഴിയുമെന്നും LDF വിലയിരുത്തുന്നു. MLA എന്ന നിലയിൽ വീണ ജോർജിന്റെ സ്വീകാര്യതയും മുന്നണിയുടെ ശക്തമായ തെരഞ്ഞെടുപ്പ് സംവിധാനവും ചേരുമ്പോൾ വിജയം LDFനൊപ്പമാകുമെന്ന് ജില്ലയിലെ LDF നേതൃത്വത്തിന്റെ പ്രതീക്ഷ. 100% ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിജയിക്കും. ചരിത്ര വിജയം, ഹിസ്റ്റോറിക് വിന്നായിരിക്കും ഇടതുപക്ഷത്തിന് ഉണ്ടാകാൻ പോകുന്നത്. മണ്ഡലത്തിലുടനീളം അങ്ങ് പൂഞ്ഞാറ് മുതൽ കോന്നി വരെ ഉള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരുപോലെ ആവേശകരമായ സ്വീകരണമാണ്. അമ്മമാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ളവർ നട്ടുച്ചയെന്നോ രാത്രിയെന്നോ ഒന്നുമില്ലാതെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് വരികയും നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വന്ന് അഭിവാദ്യം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന അനുഭവം അത് വളരെ ആവേശകരമാണ്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ ആണ് ഉണ്ടായിട്ടുള്ളത്. ആ പ്രതീക്ഷ ഈ കഴിഞ്ഞ കാലങ്ങളിൽ മണ്ഡലത്തിനോട് നേരിട്ടിട്ടുള്ള ഒരു അവഗണനയുണ്ട് വികസനത്തിൽ. ആ അവഗണന മാറുമെന്നും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന 5 വർഷം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ വിശ്വാസം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ വിശ്വാസം ഇടതുപക്ഷത്തിൻ്റെ ഓരോ വോട്ടായി മാറും. BJPയും കോൺഗ്രസും ഇവിടെ ഭയക്കുന്നത് ഇടതുപക്ഷത്തെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് BJP ഇവിടെ അപരസ്ഥാനാർത്ഥി നിർത്തി. അതുകൊണ്ട് സർവേകൾ അങ്ങനെ പറയുന്നതാണ് നല്ലത്. അങ്ങനെ പറയുന്നവർ മാത്രമേ ഇവിടെ ഒന്നാമതെത്തത്തുള്ളൂ. അതാണ് ആറന്മുള നിയമസഭാ മണ്ഡലത്തിലെയും പിന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF കേരളം ഭരിക്കും എന്നല്ലേ ഇവരൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ ചെങ്ങന്നൂർ 40,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സജി ചെറിയാൻ സാഹു വിജയിച്ചത്. അവിടെ 3ാം സ്ഥാനത്ത് സജി ചെറിയാൻ സാഹു പിന്തള്ളപ്പെട്ടു പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിനെ അളക്കുവാൻ ഇവർക്കൊന്നും കഴിയുകയില്ല. ജനമനസ്സ് ഇടതുപക്ഷത്തിനൊപ്പമാണ്. ശബരിമല കൂടി ഉൾപ്പെടുന്ന മണ്ഡലം ആയതിനാൽ പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി ആര് എന്നറിയുന്നതിൽ അല്പം വൈകി. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ ശക്തമായി എതിർത്ത സമരനായകൻ കെ സുരേന്ദ്രനാണ് പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി. പത്തനംതിട്ട ജില്ലയിൽ കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായിരുന്നുവെങ്കിലും ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലത്തിലെ വിജയമധുരം കൊതിച്ച് മറ്റു ചില BJP നേതാക്കളും അവകാശവാദം ഉന്നയിച്ചത് ചില്ലറ ആശയക്കുഴപ്പങ്ങൾക്ക് ആദ്യം ഇടയാക്കിയിരുന്നു. ശബരിമല പ്രക്ഷോഭം ശക്തമാക്കാൻ മുന്നിൽ നിന്നും പോരാടിയ കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം BJP പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്നതുമാണ്. വൈകിയാണ് തുടങ്ങിയതെങ്കിലും അണികളെ ഇളക്കിമറിച്ചുകൊണ്ടുള്ള പ്രചരണത്തിലൂടെ കെ സുരേന്ദ്രൻ മണ്ഡലത്തിൽ നിറഞ്ഞു കഴിഞ്ഞു. വികസന പ്രശ്നങ്ങളും ചർച്ചയാകുമെങ്കിലും പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വലിയ മാനം നൽകുന്നത് ശബരിമല വിഷയം തന്നെയാണ്. സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീംകോടതി വിധിയുടെയും തുടർന്നുള്ള സമരങ്ങളുടെയുമൊക്കെ അലയൊലികൾ പത്തനംതിട്ടയിൽ ഉണ്ടാകും എന്ന് ഉറപ്പ്. ഭൂരിപക്ഷ വിഭാഗങ്ങൾക്ക് പുറമെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ പിന്തുണ കൂടി നേടി പത്തനംതിട്ട പിടിച്ചടക്കുകയാണ് BJPയുടെ ലക്ഷ്യം. വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്ന് മാറി ജനങ്ങൾ ഒന്നടങ്കം ഞങ്ങളെ ഈ പ്രചാരണ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്ന അഭൂതപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക്, ജാതിമത ചിന്തകൾക്ക് അപ്പുറത്തേക്ക് ജനങ്ങൾ വലിയ മുന്നേറ്റമാണ് ഇവിടെ. UDFും BJPയും ഇടതുപക്ഷം അപ്രസക്തമാണ്.